വലിയവനായ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. അങ്ങയുടെ നാമം സകല ഭൂമിയിലും നിറയുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് ഈ പുതിയ ദിവസത്തിലെ വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് മെയ് 27. ഒന്നാമത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം. നമുക്ക് 13-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അത് ദൈവം മോശയോട് സംസാരിച്ച കാര്യമാണ്. ആ അധ്യായം മുഴുവൻ ദൈവം മോശയോട് സംസാരിച്ചു. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അധ്യായത്തിൻ്റെ അവസാനം വരെയും അത് തന്നെയാണ്. നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വലുത് ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രയീമിൻ്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണി വരുന്ന എക്രോൻ്റെ അതിർ വരെയുള്ള ഫെലിസ്ത്യ ദേശങ്ങളൊക്കെ. ഇപ്പോൾ ഫെലിസ്ത്യ ദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകത്ത് പലസ്തീൻ അല്ലെങ്കിൽ ഫെലിസ്ത്യർ അവരുടെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഒക്കെ നമുക്കിന്ന് വളരെ സജീവമാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും പലസ്തീനെ അനുകൂലിക്കുന്നവരും ഒക്കെ ഇന്ന് ഭൂമിയിൽ പല രാജ്യങ്ങളായി തന്നെ ഇതിൻ്റെ നിലപാടുകൾ എടുക്കുന്നുണ്ട്. ആ ഫെലിസ്ത്യ ദേശങ്ങൾ ദൈവം ഇവർക്ക് കൊടുത്തിരുന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മളോട് പറയുന്നത് എക്രോൻ എന്ന് പറയുന്നതും ഫെലിസ്ത്യ ദേശങ്ങളൊക്കെയാണ്. ഫെലിസ്ത്യ ദേശങ്ങളൊക്കെയും ഗശൂര്യരും ഗസാത്യൻ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യർ, ഈ 5 സ്ഥലങ്ങളും, അതായത് ഗസ, അസ്തോദ്, അസ്കലോൻ, പിന്നെ ഗത്ത്, എക്രോൻ, ഈ 4 മഹാനഗരങ്ങളാണ് ഫെലിസ്ത്യ ദേശങ്ങൾ. അപ്പം അതിനെ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അവ്യരും അഫേക്ക് വരെയും അമോര്യരുടെ അതിർ വരെയുമുള്ള കനാന്യർ ദേശമൊക്കെയും സീദോന്യർക്കുള്ള മെയാരയും ഗിബല്യവരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബനോനൊക്കെയും, ലെബനോൻ മുതൽ അത് കഴിഞ്ഞിട്ട് ലെബനോൻ മുതൽ മിസ്രഫോത്തമയീം വരെയുള്ള പർവ്വത നിവാസികളെയൊക്കെയും, അങ്ങനെ ദേശം ഇങ്ങനെ എല്ലാം പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കുക. കാരണം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പകുതി ഗോത്രത്തിനും യോർദാന് കിഴക്ക് വശത്ത് ഭൂമിയിൽ അവകാശം കൊടുത്തിട്ടുണ്ട്. മോശ കൊടുത്തിട്ടുണ്ട്, അവർക്കത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ പുതിയ ദേശത്തിൻ്റെ കാര്യമൊക്കെ പറയാം. അതൊക്കെ അവർക്ക് കൊടുത്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയും. ഇതൊക്കെയും തന്നെ, ഈ രാജ്യമൊക്കെയും തന്നെ ഇവരെ മോശെ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഗശൂര്യരെയും മാഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രായേലിൻ്റെ ഇടയിൽ പാർത്തു വരുന്നു. ദൈവം പറഞ്ഞ കാര്യമല്ല, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ലേവി ഗോത്രത്തിന് അവനൊരു അവകാശവും കൊടുത്തില്ല. ദൈവം പറയുകയാണ് മോശയോട്, യോശുവയോട് ലേവി ഗോത്രത്തിന് മോശെ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ, യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു. അവർ ദൈവത്തിന് വന്നു ചേരുന്ന ഒക്കെ അവർക്കുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നത്, എന്നാൽ മോശ രൂബേൻ ഗോത്രത്തിന് കുടുംബമായ അവകാശം കൊടുത്തു. 15-ാം വാക്യം. അത് കഴിഞ്ഞിട്ട് 24-ാം വാക്യം, അത് ആ സ്ഥലങ്ങളുമൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ആ പറയുന്ന കൂട്ടത്തിൽ ബിലെയാമിനെ കൊന്ന കാര്യം, ബിലെയാം എന്ന പ്രശ്നക്കാരനെ കൊന്ന കാര്യവും അവിടെ പറയുന്നുണ്ട്. ബിലെയാമിനെ കൊന്നത് നമുക്ക് വായിക്കണമെങ്കിൽ അത് സംഖ്യാപുസ്തകം 31-ാമത്തെ അധ്യായം നോക്കിയാൽ ബിലെയാമിനെ മിദ്യാന്യരെ കൊല്ലണമെന്ന്, നശിപ്പിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മോശയുടെ കൽപ്പന പ്രകാരം ഇസ്രായേൽ ജനം മിദ്യാന്യരെ പുറകെ പോകുമ്പോൾ അവിടെ വെച്ച് ബിലെയാമിനെയും കൊല്ലുന്നതിനെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ രൂബേന്യർക്ക് കൊടുത്ത പട്ടണങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 24-ാം വാക്യം മുതൽ പിന്നെ മോശെ ഗാദ് ഗോത്രത്തിന് കുടുംബമായി അവകാശം കൊടുത്തു. ആ സ്ഥലത്തെ കുറ്റിയൊക്കെയും പറയുന്നുണ്ട്. പിന്നെ 29-ാമത്തെ വാക്യത്തിൽ പിന്നെ മോശെ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബമായി മനശ്ശെയുടെ
കുടുംബങ്ങൾ ഇന്നതാണെന്നൊക്കെ അവിടെയും പറയുന്നുണ്ട്. ഗിലെയാദും ബാശാനും ഓഗിൻ്റെ രാജ്യത്തിലെ പട്ടണങ്ങളെ അസ്തോരത്ത്, എദ്രയി എന്നിവയും തന്നെ അവർ കൊടുത്തു. ഇവ മനശ്ശെയുടെ മകനായ മാഖീറിൻ്റെ മക്കൾക്ക്, മാഖീറിൻ്റെ മക്കളിൽ പാതി പേർക്ക് തന്നെ കുടുംബമായി കിട്ടി. എന്നിട്ട് ഇത് മോശെ യെരിഹോവിന് കിഴക്ക് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു. മോശെ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന ആളുകൾക്ക് ഇന്ന അവകാശം കൊടുത്തു. ഇനി ബാക്കിയുള്ള 9.5 ഗോത്രം അല്ലേ, അതോ 10.5 ഗോത്രമോ? അപ്പോൾ അവർക്കാണ് ഇനി അവകാശം കൊടുക്കേണ്ടത്. 9.5 ഗോത്രം, 12 ഗോത്രത്തിൽ 2.5 പോയി, 2.5 ഗോത്രത്തിനപ്പുറത്ത് അവകാശം കൊടുത്തു. ഇനിയും 10.5 വരില്ല. 10, 2.5യും 10.5യും തന്നെ വരുമോ, അതോ 9.5യോ? പോട്ടെ, അത് കണക്കാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഇനി ബാക്കിയുള്ള ഗോത്രങ്ങൾക്ക് യോർദാന് ഇക്കരെ അവകാശം കൊടുക്കണം. അതുകൊണ്ടാണ് അതൊന്നുകൂടെ ദൈവം മോശെ ചെയ്ത കാര്യത്തെപ്പറ്റി യോശുവയോട് പറയുന്നത്. അപ്പോൾ ബാക്കി പേർക്ക് കൊടുക്കേണ്ട സ്ഥലത്തിൻ്റെ എവിടെയൊക്കെയാണ് സ്ഥലം, അതിൻ്റെ അതിരുകൾ എന്താണെന്നൊക്കെയും പറയും. ഇത് മോശെ യെരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു. ലേവി ഗോത്രത്തിന് മോശെ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. അപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായ ലേവി ഗോത്രത്തിന് ഭൂമിയിൽ അവകാശമില്ല. അവർക്ക് ആ 48 സങ്കേത നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ പട്ടണം മാത്രമാണ് അവർ കൊടുത്തത്. എന്നാൽ അവരുടെ വരുമാനവും മറ്റു കാര്യവും കൃഷിയിൽ നിന്നല്ല, ഞാൻ തന്നെ അവരുടെ അവകാശം എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നു ചേരുന്ന ഇതിൻ്റെ ഒക്കെ അവകാശം, അത് ആടായാലും കാളയായാലും പണമായാലും ഒക്കെ വരുന്നതിൻ്റെ ഒക്കെ അവകാശം അത് ലേവി ഗോത്രത്തിലാണ്. ലേവി ഗോത്രത്തിന് വേറൊരു കാര്യം പറഞ്ഞു, ലേവി ഗോത്രത്തിന് ലഭിക്കുന്ന ദശാംശത്തിൻ്റെ ദശാംശം അഹരോന് കൊടുക്കണം എന്നും അവിടെ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം മോശയോട് എങ്ങനെയാണോ സംസാരിച്ചിരുന്നത്, പെരുമാറിയിരുന്നത്, അതുപോലെ യോശുവയോടും പെരുമാറുന്നതും സംസാരിക്കുന്നതുമാണ് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത. ഞാൻ മോശയെ ഉയർത്തിയതുപോലെ നിന്നെയും ഉയർത്തും, ഞാൻ എന്താ ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന വാക്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു. ഇവിടെ അതുപോലെ തന്നെ ദൈവം വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തെ, ആ ഇസ്രായേൽ ദേശം, അതായത് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അവർക്ക് ഭൂമിയൊക്കെ ഉപയോഗിച്ച് കൊടുത്ത് അവരെ സ്വസ്ഥമാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ജോലി അത് മോശയിലൂടെ ചെയ്തെടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതും അത് പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം മോശയോട് സംസാരിക്കേണ്ടതുമാണ്, യോശുവയോട് സംസാരിക്കേണ്ടതുമാണ്. യോശുവയോട് അങ്ങനെ സംസാരിക്കുന്ന ഒരു അധ്യായമാണ് നമ്മളിന്ന് കണ്ടത്. നാളത്തെ അധ്യായം 15-ാം അധ്യായവും അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി അത് തന്നെ. അങ്ങനെ ദൈവം തുടർന്നും 15-ാം അധ്യായത്തിലും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-18 അധ്യായങ്ങൾ. 17-ാം അധ്യായം ആരംഭിക്കുന്നത് ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം എന്നാണ്. അത് ഡമാസ്കസിനെ കുറിച്ചുള്ള പ്രവാചകൻ. ദമ്മേശെക്ക്, നീ ഒരു പട്ടണമാകെ ഇരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു, അത് ശൂന്യ കൂമ്പാരമായി തീരും എന്നാണ് പറയുന്നത്. അവിടെ ചില കാര്യങ്ങൾ, ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും, ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും. എഫ്രൈമിൽ കോട്ടയും ദമ്മേശെക്കിൽ രാജത്വവും ഇല്ലാതെയാകും. അതാണ് അവിടുത്തെ മറ്റൊരു പ്രധാന കാര്യം, അവിടെ രാജത്വം ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ 3 വാക്യങ്ങൾ ദമ്മേശെക്കിനെ കുറിച്ച്, ഡമാസ്കസിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ 4-ാമത്തെ വാക്യം മുതൽ യാക്കോബിനെ കുറിച്ചാണ്, ഇസ്രായേലിനെ. അന്നാളിൽ യാക്കോബിൻ്റെ മഹത്വം ക്ഷയിക്കും, അവർ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. അവർ കൊയ്ത്തുകാരൻ വിളവ് ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ രഫായിം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയുമായിരിക്കും. എന്നിട്ട് അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ, അത് 2-3 വാക്യങ്ങൾ കഴിഞ്ഞിട്ടാണ്, അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തൻ്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശേരാ വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തൻ്റെ സൃഷ്ടാവിങ്കിലേക്ക് തിരിയുകയും അവൻ്റെ കണ്ണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും.
അന്നാളിൽ അവൻ്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജനം പോലെയാകും. അവ ശൂന്യമായി തീരും. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതിരിക്കുക കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടന്നു. അന്യദേശത്തുള്ള വള്ളികൾ എന്നൊക്കെ പറയുന്നത് അന്യദേശത്തുള്ള വിശ്വാസങ്ങൾ, അന്യദേശത്തു നിന്നുള്ള ദൈവങ്ങൾ, അന്യദേശത്തു നിന്നുള്ള പ്രതിമകൾ, ബിംബങ്ങൾ, മൂർത്തികൾ ഒക്കെയാണ്. അതൊക്കെ നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ അതിൻ്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പോയിപ്പോകും. എന്നിട്ട് അതിൻ്റെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ വായിക്കുന്നത് അവൻ തൻ്റെ സ്രഷ്ടാവിങ്കിലേക്ക് തിരിയും എന്നുള്ളത്. അവൻ്റെ സ്രഷ്ടാവിങ്കിലേക്ക് തിരിയും എന്ന് പറയുന്നതിന് മുമ്പുള്ള കാര്യമാണ് നമ്മൾ ശേഷം വായിക്കുന്നത്. സ്രഷ്ടാവിലേക്ക് തിരിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന കാര്യമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് അവർ സ്രഷ്ടാവിങ്കിലേക്ക് തിരിയുന്നതെന്നുള്ളതാണ്. ഇനി 18-ാം അധ്യായം നമ്മൾ കാണുന്നത്, അയ്യോ, കൂശിലെ നദികൾക്കരികെ ചിറക് കിരീരിക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേശമേ, ശീഘ്രദൂതന്മാരെ, നിങ്ങൾ ദീർഘകായന്മാരും മൃദുചർമ്മകളുമായ ജാതിയുടെ അടുക്കൽ. അപ്പം ഈ കൂശ് എന്ന് പറഞ്ഞാൽ എത്യോപ്യയാണ്. എത്യോപ്യയിലെ ആൾക്കാർ ദീർഘകായന്മാർ, നല്ല ഉയരമുള്ളവരാണ്. അതുപോലെ മൃദുചർമ്മികളാണ്, സോഫ്റ്റ് സ്കിന്നുള്ളവരാണ്. അപ്പം എത്യോപ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് നീഗ്രോ ആൾക്കാരാണ്. നീഗ്രോ ഒക്കെ പറയുന്ന ആൾക്കാരാണ്. അവർ അതികായന്മാരാണ്, നല്ല ഉയരമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായി അതങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ്. ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ, സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും. ഇസ്രായേലിന് മാത്രമല്ല, പല 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 ജാതികളും മോവാബും ഒക്കെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം സമീപ ഭാവിയിൽ സംഭവിക്കുന്നതല്ല, വിദൂര ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ജനമൊക്കെയും ദൈവത്തെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയുടെ തിരുമുൽ കാഴ്ച കൊണ്ടുവരും. ഈ പറയുന്ന കൂശ്യർ അല്ലെങ്കിൽ എത്യോപ്യർ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉള്ളവർ അല്ലെങ്കിൽ ആ ജാതി അല്ലെങ്കിൽ ആ രാജ്യം, ആ തരം മനുഷ്യർ എന്നൊക്കെ നമുക്കതിനെ കാണാം. അപ്പോൾ അവർ ദൈവത്തെ അന്വേഷിക്കും. എല്ലാത്തിലും ഒരു ശേഷിപ്പ് മാത്രമേ ഉണ്ടായിരിക്കൂ എന്നുള്ളത് മറ്റൊരു കാര്യം. അത് ഇസ്രായേലിലായാൽ പോലും ഒരു ശേഷിപ്പേ ഉണ്ടാവുകയുള്ളൂ. സകല ഇസ്രായേലും രക്ഷിക്കപ്പെടില്ല. ഇസ്രായേലും ഒരു ശേഷിപ്പേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ആ ശേഷിപ്പ് എല്ലാ കാലത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചങ്ങ് നിർത്തിയാൽ, ഈ ലോകത്തിൻ്റെ ഗതിയെ ഇവിടെ വെച്ച് നിർത്തിയാൽ ഇവിടെ വരെയുള്ളവരാണ് ആ ശേഷിപ്പായി വരിക, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശവാദികളായി, നിത്യജീവന അവകാശികളായി വരിക. പക്ഷേ ഏത് കാലം വരെ ഉള്ളവർ ഉണ്ട് എന്നുള്ളത് ദൈവത്തിനെ അറിയാവും. അപ്പോൾ ആ കാലം വരെ, ഈ കാലം ദീർഘമായി നീണ്ടുപോയേ ഒക്കെയുള്ളൂ, അത് പോവുകയും ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, ആ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് എൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഇവിടെ നടക്കാനിരിക്കുന്ന മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ രാജ്യം യഥാസ്ഥാനത്താക്കപ്പെടുന്നു ഒക്കെയും എനിക്ക് അറിയില്ല. കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ ദൈവത്തിൻ്റെ പക്കലുള്ളതാണ്. അത് എനിക്കും അറിയില്ല, ദൂതന്മാർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ മാത്രം ഇരിക്കുന്ന സമയത്തെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് ദൂതന്മാർക്ക് പറയും. പക്ഷേ ഇന്ന് യേശുവിന് അറിയാമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന യേശുവിന് ഇന്ന് അറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി യേശുവിനോട് ആരും ചോദിക്കില്ലല്ലോ എന്നാണെന്ന്. അപ്പോൾ യേശുവിൻ്റെ ഒരു കള്ളം പറയേണ്ട കാര്യമോ എനിക്കറിയില്ല എന്ന് പറയേണ്ട കാര്യം ഇനിയും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകും ക്രിസ്തുവിന്. എന്നാൽ ആ ചോദിക്കുന്ന സമയത്ത് അത് യേശുക്രിസ്തുവിന് അത് അറിയില്ലായിരുന്നു എന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ അത് എന്തായാലും സംഭവിക്കും. അപ്പം അങ്ങനെ അത് പല ജനസമൂഹത്തിൽ നിന്നും, പല ജാതികളിൽ നിന്നും, പല രാജ്യങ്ങളിൽ നിന്നും, പല ദേശങ്ങളിൽ നിന്നും, പല സമൂഹങ്ങളിൽ നിന്നും, എന്തിനേറെ പറയുന്നു, പല മതങ്ങളിൽ നിന്നും ദൈവത്തെ അന്വേഷിക്കുന്ന ജനമുണ്ടാകും. ഒരു ചെറിയ ശേഷിപ്പെങ്കിലും അവരിൽ നിന്നെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് വചനഭാഗങ്ങളിലെ പല
ദേശങ്ങളിൽ, മോവാബിനെ കുറിച്ച് പറഞ്ഞാലും അമ്മോനെ കുറിച്ച് പറഞ്ഞാലും ഡമാസ്കസിനെ കുറിച്ച് പറഞ്ഞാലും അതുപോലെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞാലും അതുപോലെ കൽദയരെ കുറിച്ച് പറഞ്ഞാലും ഒക്കെ പറയുമ്പോഴും ഒരു ചെറിയ ശേഷിപ്പ് അവിടെയൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് വചനം നമ്മളോട് പറയുന്നത്. അത് വിശ്വാസയോഗ്യവുമാണ്. മൂന്നാമത്തെ വായനാ ഭാഗം തിമത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 3-4 അധ്യായങ്ങൾ. ഈ 3-4 അധ്യായത്തോടു കൂടി ഈ രണ്ടാമത്തെ ലേഖനം അവസാനിക്കുകയാണ്. ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ കൊടുക്കുന്നൊരു ഉപദേശം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ആ അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അപ്പോൾ ഇത് അന്ത്യകാലത്ത് ഇങ്ങനെയുള്ളവരാണെന്ന് പറയാൻ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അതിന് ഈ പറയുന്ന ചില കാര്യത്തുകൾക്ക് നമ്മളും പെടും. നമ്മളിതിൽ നിന്ന് മോചിതരാണെന്ന് ഞാൻ പറയില്ല. അപ്പം ഞാനും അതിനകത്ത് പെടാം. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്കും ബാധകമായി വരുന്നതായിരിക്കാം. അപ്പോൾ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പേര്, ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട്, എല്ലാ കാലത്തും ഉണ്ടായിരുന്നിരിക്കാം, നമ്മൾ ആ കാലത്തില്ലല്ലോ, എന്നാൽ ഇക്കാലത്ത് അത് ഭയങ്കരമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാണ്. അപ്പം അന്ത്യകാലത്ത് അങ്ങനെയുള്ള ചെയ്ത ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴേ ആ ആളുകളുണ്ട്. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനോട് ഉപദേശിക്കുന്ന കാലത്തെ ഇങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് പറയുന്നത്. തിമത്തിയോസിനോട് പറയണം അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇത് അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ, പക്ഷേ ഇപ്പോഴേ അങ്ങനെയുള്ളവരുണ്ട്, അവരെ വിട്ടൊഴിയുക. പിന്നെ നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കുന്നത്, വീടുകളിൽ നൂണുകിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീരരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പം അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. അവർ അധികം മുഴുക്കുകയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. വീണ്ടും പറയുകയാണ്, കഷ്ടമുണ്ട് എന്ന്. എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീ എന്ത് ചെയ്യണം? അപ്പോൾ അത് ഈ കാലത്തിലും ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരിൽ നിന്നാണ് ഇത് പഠിച്ചതെന്നുള്ളത്. നീയോ ഇന്നവരോട്, നമ്മളെ പഠിപ്പിച്ചവരും ഉണ്ടല്ലോ, നമ്മളെ ഈ സത്യത്തിലേക്ക് നയിച്ചവരുണ്ട്. ഇപ്പം ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴായാലും ക്രിസ്ത്യാനി അല്ലാതായിരിക്കുമ്പോൾ തന്നെയും ബൈബിൾ സത്യത്തിലേക്ക് നടത്തുന്നവർ, ക്രിസ്ത്യാനി ആയിരിക്കുന്നവർ ബൈബിൾ സത്യത്തിലേക്ക് നടക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കും. ക്രിസ്ത്യാനിയായി ജനിക്കുന്നവരെല്ലാം ബൈബിൾ സത്യം പഠിച്ചവരല്ല. അപ്പോൾ അങ്ങനെ നിന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയവരെ നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും, ഇപ്പം ഇവിടെ നീ ആരോടാണ് പഠിച്ചത്? ഇവിടെ തിമത്തിയോസ് പഠിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനിൽ നിന്നാണ്. അപ്പം ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. അപ്പം നിന്നെ ആയാലും ആരെയായാലും ഏത് മനുഷ്യനെ ആയാലും രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായത് ഈ തിരുവെഴുത്തുകളാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ്, ഈ ബൈബിളാണ്. അപ്പം അത് ഉറപ്പായ കാര്യമാണ്. ആ തിരുവെഴുത്തിനെ കുറിച്ച് താഴെ ഒരു വാക്യം പറയും, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. എല്ലാ തിരുവെഴുത്തും എഴുതിയത് പല ജീവിത സാഹചര്യങ്ങളിലുള്ളവർ, പല കാലഘട്ടത്തിൽ ജീവിച്ചവർ, തമ്മിൽ അറിയാത്തവർ, ദൈവനിയോഗത്താൽ എഴുതപ്പെട്ടതാണ്, ദൈവം പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ് നമ്മൾ. അപ്പോൾ ഏത് മനുഷ്യരാണ് ഇവിടെ എഴുതിയതെങ്കിലും ഇതെല്ലാം തിരുവെഴുത്തുകളാണ്, ദൈവത്തിൻ്റെ എഴുത്തുകളാണ്, മനുഷ്യൻ എഴുതിയതല്ല. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
ഈ തിരുവെഴുത്ത്, ഈ വചനം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇപ്പോൾ വചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്, വചനത്തിൻ്റെ ഉപയോഗം എന്താണ്, വചനത്തിൻ്റെ പ്രവൃത്തി എന്താണ്, വചനത്തിൻ്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ നമ്മളവിടെ വായിക്കാൻ പറ്റും. എല്ലാ തിരുവെഴുത്തും ഒന്നുകൂടെ വായിക്കുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, എല്ലാ മനുഷ്യനുമല്ല, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനയുണ്ട്, ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഇവിടെ ഈ വചനമാണ് ഏത് നീതിയോടെ നടക്കുന്ന മനുഷ്യനായാലും നീതിമാനായാലും അയാളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ദൈവവിരുദ്ധമായ കാര്യങ്ങൾ, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനിടയുണ്ട്. അവിടെ ചെയ്തു പോയാലും ദൈവത്തിൻ്റെ വചനം ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വന്ന് ദൈവത്തോട് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിപ്പാൻ കഴിയും എന്നുള്ള ആ അറിവും ബോധ്യവും ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. അങ്ങനെ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് ശാസനയുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് അത് ശാസനയുണ്ട്. ആ ശാസന നീതിയിലെ അഭ്യാസം, അതൊരു അഭ്യാസമാണല്ലോ, ഒരു പരിശീലനമാണ്. പരിശീലനത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ദൈവം നമ്മളെ തള്ളിക്കളയുകയല്ല. അത് ദൈവം ക്ഷമിക്കും എന്നുള്ള ജ്ഞാനം, അറിവും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഈ വചനത്തിൽ നിന്നാണ്. അപ്പോൾ ആ വചനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് പോകേണ്ടതെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ഈ വചനം. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അത് നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും അത് നന്നായിട്ട് അറിയാൻ പറ്റും. പുറത്തു നിന്നുള്ളവർക്ക് അതറിയാൻ കഴിയുകയില്ല എന്നുള്ളതും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ അധ്യായം, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെ, അപ്പോൾ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച്, യേശുക്രിസ്തു ആരാണ്? ജീവികൾക്ക് മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ളത് യേശുക്രിസ്തുവാണ്. നമ്മൾ ഈ വായിച്ചു പോകുന്ന വാക്യങ്ങൾക്കകത്ത് ഉള്ള ചില പ്രത്യേക സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി പോകണം. അത് വേണ്ടി പ്രത്യേക ഒരു വാക്യം ചിലപ്പം കാണുകയില്ല. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ ദൈവത്തെയും, ഇപ്പോൾ ദൈവമുണ്ട്, ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശു. അപ്പോൾ രണ്ടാമതൊരാളുണ്ട്. അപ്പോൾ ഇത് രണ്ടാളാണെന്നുള്ള കാര്യം നമുക്കവിടെ വ്യക്തമായി. രണ്ടുപേരും ഒരാളല്ല, രണ്ട് ആൾക്കാർ, രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് കൃത്യമായി നമുക്കതിനകത്ത് വായിച്ചെടുക്കാം. അവിടെ രണ്ട് വ്യക്തിയാണെന്ന് പ്രത്യേകിച്ച് എഴുതത്തില്ല, വായിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അപ്പം ന്യായവിസ്താരത്തിൻ്റെ ഉത്തരവാദിത്വം, ജോലി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് എന്നുള്ള കാര്യവും അവിടെയുണ്ട്. ആ രണ്ടുപേരെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി ആരുടെ പ്രത്യക്ഷത? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും യേശുക്രിസ്തുവിൻ്റെ രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കാം. സമയത്തിലും ആരോടാണ്? ഒരു ഉപദേശകനോട്, ഒരു ശുശ്രൂഷകനോട്, ഒരു മൂപ്പനോട്, ഒരു നേതാവിനോട്, സഭാ നേതാവിനോട് പറയുന്നതാണ്. എന്താണ്? വചനം പ്രസംഗിക്കാം. അപ്പോൾ വചനം പ്രസംഗിക്കാം, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാം. സമയത്ത് മാത്രമല്ല, അസമയത്തും, അതായത് നല്ല കാലത്തിലും കഷ്ടകാലത്തിലും, തിന്മയുടെ കാലത്തും നന്മയുടെ കാലത്തും, എല്ലാം സുഖമായി നടക്കുമ്പോഴും എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും. അതിന് പ്രത്യേക സമയമൊന്നുമില്ല, എല്ലാ നേരവും എന്നർത്ഥം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. സകല ദീർഘക്ഷമയോട് ഉപദേശത്തും കൂടി ശാസിക്കാം. അത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. നീ ഒരു അപ്പൻ മക്കളെ ശാസിക്കുന്നത് പോലെ, അപ്പോൾ അതിനെ ശാസിക്കാനുള്ള അധികാരവും അവകാശവും ഒരു അപ്പനുണ്ട്. അതുപോലെ തന്നെ സഭയിലെ വിശ്വാസികളെ നേരെ നടത്താനും അവരെ ശാസിക്കാനും ഒക്കെയുള്ള അധികാരം നിനക്കുണ്ട്. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി. അപ്പോൾ ശാസിക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം ശാസനയുണ്ടല്ലോ. ചില അപ്പന്മാർ മക്കളെ നന്നാക്കണം ഉദ്ദേശിച്ചില്ല, ദേഷ്യം തീർക്കാൻ വേണ്ടി ശാസിക്കുന്ന ശാസനകൾ, അത് ഗുണം ചെയ്യത്തില്ല, മക്കളെ ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദീർഘക്ഷമയോടുകൂടെ ശാസിക്കണം, ഉപദേശത്തോടുകൂടെ ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. അവർ പദ്യോപദേശം പുറക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. അങ്ങനെ ഒരു കാലം വരും. സത്യം കേൾക്കണ്ട, അവർ കെട്ടുകഥ കേട്ടാൽ മതി. കെട്ടുകഥകളുണ്ടല്ലോ, കെട്ടുകഥകൾ ഇന്ന് നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാടുണ്ട്.
അതെല്ലാം സംഭവിച്ചതാണെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കെട്ടുകഥകളുണ്ട്. അത് ദൈവത്തെ സംബന്ധിച്ച്, ദൈവങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള കെട്ടുകഥകളുണ്ട്. അത് ശിഷ്യം വിശ്വസിക്കുകയും അതിൽ ആ പേര് വെച്ച് ബിംബങ്ങളുണ്ടാക്കി ആരാധിക്കുന്നവരുമൊക്കെയാണ് ലോകത്ത് ബഹുഭൂരിപക്ഷവും. സത്യദൈവത്തെ അന്വേഷിക്കുന്ന കാര്യം ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇതൊക്കെ തിരിയുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവഴിയായി നിവർത്തിക്കുക. എന്നിട്ട് പറയാൻ ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കും. അപ്പോൾ ഞാൻ മരിക്കാണ്ടിരിക്കുന്നതിനെ കുറിച്ച് എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. എന്നാൽ ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യം പോലെ നീയുമായിരിക്കണമെന്നുള്ളതാണ്. അല്ലാതെ അവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ മഹത്വം പറയുന്നതല്ല. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചവർക്ക് തന്നെ. അപ്പോൾ എനിക്ക് മാത്രമല്ല, നിനക്കും നിന്നെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് അത് ലഭിക്കും. അപ്പം ഞാൻ വിശ്വാസം കാത്തും നല്ല പോര് പൊരുതിയും ഒക്കെ ആയിരുന്നതുപോലെ നീയും നിൻ്റെ വിശ്വാസം കാക്കുക, നല്ല ജീവിതാവസാനം വരെ നന്നായി പൊരുതുക. പൊരുതുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വഴക്കുണ്ടാക്കുക എന്നല്ല. വിശ്വാസ ജീവിതത്തിൽ ഒരു പൊരുതലുണ്ട്, ഒരു യുദ്ധമുണ്ട്, ഒരു സംഘർഷപൂർണമായൊരു യുദ്ധമുണ്ട്. അതിൽ ദൈവത്തിൻ്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഈ പോര് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് പ്രലോഭനങ്ങൾ വരും, ഇത് വിട്ടുപോകാനുള്ള സാധ്യതകൾ വരും, തിന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും, ഭൂരിപക്ഷത്തെ അതിൻ്റെ അഭിപ്രായം കേൾക്കേണ്ടി വരും. ഇവിടെയൊക്കെ ന്യായത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും ദൈവത്തിൻ്റെയും പക്ഷത്ത് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടുത്തെ പോര് അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോരിൽ വിജയിച്ച ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. അതുപോലെ നീയും അതിൽ വിജയിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് വരുമ്പോൾ തിമോത്തിയോസിനോട് മാത്രമല്ല, ഇത് വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. നമ്മൾ ഒരു സുവിശേഷകനല്ലായിരിക്കാം, ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന ആളല്ലായിരിക്കാം, മൂപ്പനല്ലായിരിക്കാം. എന്നാലും നമ്മുടെ അധികാരത്തിനകത്ത് വരുന്ന ഒരു കുടുംബം എങ്കിലും നമുക്കുണ്ടാകും. അപ്പം അവിടെ ഈ ഒരു കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി, ക്രേസ്കസ് ഗലാത്യയ്ക്ക് പോയി, തീത്തോസും ദൽമാത്യയ്ക്ക് പോയി, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. അവരാരും മോശപ്പെട്ടവരാണെന്ന അർത്ഥത്തിലല്ല പറയുന്നത് കേട്ടോ. അവരൊക്കെ ഇന്ന സ്ഥലങ്ങളിലേക്ക് പോയി. ലൂക്കോസ് എന്നോട് കൂടെ ഉണ്ട്. ലൂക്കോസ് എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തി എഴുതിയ വൈദ്യനായ ലൂക്കോസ്. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക്, ഇപ്പോൾ അവസാനത്തിലേക്ക് വരും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരൊക്കെ പറയുന്നത്. എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും. ചർമ്മലിഖിതം എന്ന് പറയുന്നത് അന്ന് ഈ തോലിലാണ് ഇതൊക്കെ എഴുതുന്നത്. അന്ന് കടലാസില്ല, ചർമ്മം, തോല്, മൃഗത്തിൻ്റെ തോല്, അതിലുള്ള എഴുത്തുകൾ നീ വരുമ്പോൾ കൊണ്ടുവരണം. അത് പറയുന്നുണ്ട്. പിന്നെ അലക്സാണ്ടറിൻ്റെ ചെയ്തൊരു ദോഷത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ വന്ദനം ചെയ്യുന്ന കാര്യത്തിൽ അവിടെ വേറൊരു കാര്യം പറയുന്നത്, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തി വെച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അതൊരു യഥാർത്ഥമുള്ള സിംഹമായിരിക്കാൻ സാധ്യതയില്ല. അതൊരു രാജാവോ രാജ്യത്വമോ അധികാരിയോ ആയിരിക്കാനാണ് സാധ്യത. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു, തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവനെ എന്നേക്കും മഹത്വമാവൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാശ, പൗലോസ് അപ്പോസ്തലൻ കാണിക്കുന്ന പ്രത്യാശ, അത് സ്വാഭാവികമായി ട്രാൻസ്ഫോം ചെയ്ത് എങ്ങോട്ടാണ് ചെല്ലുന്നത്? തിമോത്തിയോസിലേക്കാണ്. അപ്പോൾ ഇത് തിമോത്തിയോസിലേക്ക് ആ ഒരു പ്രത്യാശ പൗലോസ് അപ്പോസ്തലൻ എഴുത്തിലാലും വാക്കുകളിലാലും എത്തുമ്പോൾ വായിക്കുന്ന നമുക്കും ആ പ്രത്യാശ ഒഴുകി നമ്മുടെ ഹൃദയം നിറയണം. അത് വായിക്കുന്നവർക്ക് നിറയും, അത് ആ ഒരു പ്രത്യാശ ലഭിക്കും. അവസാനം പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫൊരോസിൻ്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തയിൽ
മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിന് മുമ്പേ വരാൻ ശ്രമിക്കുക. യുബുലോസും പൂതോസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ അവിടെയുള്ളവർക്ക് വന്ദനം ചൊല്ലുക, ഇവിടെയുള്ളവർ ഇന്ന ആൾക്കാർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ഇതൊക്കെ ഒരു എഴുത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എഴുത്ത് ആരംഭിക്കുന്നത് ഒരു രീതിയിൽ വന്ദനം ചെയ്ത് ആരംഭിക്കുന്നു, അവസാനം അല്ലെങ്കിൽ ഹായ് പറഞ്ഞ് ആരംഭിക്കുന്നു, അവസാനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയും. ഒരു കത്ത് തന്നെയാണ് പൂർണ്ണമായും ലേഖനങ്ങൾ എന്ന് പറഞ്ഞത്. ഒരു കത്ത് തന്നെയാണ്. ഒരു കത്ത് ഒരു സഭയ്ക്ക്, ഒരു വ്യക്തിക്ക് എഴുതുന്ന കത്താണ്. അത് പൗലോസ് അപ്പോസ്തലന്റെ കത്തുകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. പിന്നെ യൂദായുടെ ഒരു കത്തുണ്ട്, യാക്കോബിൻ്റെ കത്തുണ്ട്, പിന്നെ പത്രോസിൻ്റെ കത്തുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്തരം ലേഖനങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം മാതൃകകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ശക്തമായ, വലിയ തെളിവുള്ള ഒരു മാതൃകയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ മാതൃക. അതും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ മുമ്പിലിരിക്കുന്ന മാതൃകകളൊക്കെ നമ്മളെ നേരെ നയിക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദപരമായി ജീവിക്കുവാൻ നമുക്ക് ഉതകുന്ന, നമ്മളെ സഹായിക്കുന്ന, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ എഴുതെങ്കിലും നേരത്തെ വായിച്ചതുപോലെ ഇത് ദൈവശാസ്ത്രീയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെയൊക്കെ, ഒന്നുകൂടി ഞാനത് വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയുള്ള അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. അപ്പം ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ട, അത് ദൈവത്തിന് ഹിതമായതുകൊണ്ടാണ്. ദൈവത്തിന് ഇഷ്ടമാണത്. അങ്ങനെ അതാണ് ഇഷ്ടം. ആ ഇഷ്ടത്തിലേക്ക് മനുഷ്യർ ഓരോരുത്തരും, പ്രധാനമായും ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മനുഷ്യൻ അങ്ങനെ ആയിത്തീരണം. അപ്പം അങ്ങനെ ആയിത്തീരുന്നത് വഴിയാണ് വേറെ പലരും ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. മാതൃകകൾ, നമുക്കും ഇത്തരം മാതൃകകൾ കൊടുക്കാൻ കഴിയണം. പൗലോസ് അപ്പോസ്തലൻ്റെയും യേശുക്രിസ്തുവിൻ്റെ മാതൃക മാത്രം പോരാ. തിമോത്തിയോസിൻ്റെ മാതൃകയുള്ളതുപോലെ, തീത്തോസിൻ്റെ മാതൃകയുള്ളതുപോലെ, യാക്കോബിൻ്റെ മാതൃകയുള്ളതുപോലെ, പത്രോസിൻ്റെ മാതൃകയുള്ളതുപോലെ ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നമ്മുടെ മാതൃക മറ്റുള്ളവരിലേക്ക് എത്തണം, അല്ലെങ്കിൽ അതിന് ഗുണം വരത്തില്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ആരാണോ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അയാളുടെ മാതൃക ഉണ്ടാവണം. അയാളൊരു യോഗ്യനായിരിക്കണം. എന്നാൽ മാത്രമേ മാർക്കറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന നമ്മുടെ സുവിശേഷം ഒരാൾ കേൾക്കുകയുള്ളൂ. നമ്മൾ അയോഗ്യനാണെങ്കിൽ, നമ്മൾ കൊള്ളരുതാത്തവനാണെങ്കിൽ, നമ്മൾ നല്ല വർത്തമാനം ഇല്ലാത്തവനാണെങ്കിൽ, നമ്മൾ സ്നേഹമില്ലാത്തവനാണെങ്കിൽ, കരുണയില്ലാത്തവനാണെങ്കിൽ നമ്മുടെ വർത്തമാനം കേൾക്കാൻ, ഇതെല്ലാം കരുണയും സ്നേഹവും ദീർഘക്ഷമയും ഒക്കെ പറയുന്ന പുസ്തകങ്ങളാണ്. അതിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിൽ ആയിട്ട് ആ മനുഷ്യൻ അതുപോലെ ആകുന്ന, അതുപോലെ ആയിരിക്കുന്ന പലരെയും കുറിച്ചും ഒക്കെ പറയുന്ന പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന പുസ്തകത്തിൽ ആ ക്വാളിറ്റികൾ നമുക്കില്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാകുകയില്ല. അപ്പോൾ അത് യേശുക്രിസ്തു, പൗലോസ് അപ്പോസ്തലൻ, തിമോത്തിയോസ്, ഇങ്ങനെയൊക്കെയുള്ളവർ നമ്മൾ വായിച്ച് നമ്മളും അത് ആ തരത്തിൽ അവരെ പോലുള്ള ക്വാളിറ്റികളിലേക്ക് മാറുകയും നമ്മളും ഓരോരുത്തരും അത്തരം മാതൃകയായി തീരുകയും ചെയ്യേണ്ടതാണ്. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി കേട്ട താങ്കൾക്ക് ഉള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു. നാളെ പുതിയ വായനയുമായിട്ട് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.